ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് മഷ്റൂം ബട്ടർ മസാലയും വീറ്റ് പൊറോട്ടയാണ്. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓയിൽ നല്ലോണം ചൂടായിട്ട് വന്നപ്പോൾ 2 ഗ്രാമ്പു 2 ഏലക്കായ ഒരു ചെറിയ കഷ്ണം പട്ടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി. പിന്നെ അതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു വലിയ ഉള്ളിയും തക്കാളിയും 4-5 വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 10 കാഷ്യും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. നല്ല ബ്രൗൺ കളറായിട്ടൊന്നും വരണ്ട കേട്ടോ, സോഫ്റ്റായിട്ട് വന്നാൽ മതി. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് പൊടികളൊക്കെ നല്ലോണം വഴന്ന് വന്നാൽ അത് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും പിന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 ഏലക്കായ 2 ഗ്രാമ്പു 2 ചെറിയൊരു കഷ്ണം പട്ട അതൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വന്നാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു പേസ്റ്റും പിന്നെ കൂണും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ കൂണ് നല്ലോണം ഒന്ന് വെന്ത് വരണം. അത് വേവുന്ന ടൈമിൽ നമുക്ക് വീറ്റ് പൊറോട്ട ചുട്ടെടുക്കുക. ഇത് പാക്കറ്റിൽ വാങ്ങിയിട്ടുള്ള വീറ്റ് പൊറോട്ടയാണ് കേട്ടോ, എലൈറ്റിൻ്റെ വീറ്റ് പൊറോട്ടയാണ്. അപ്പോൾ കറിയൊക്കെ നല്ലോണം തിളച്ച് കൂണും വെന്ത് വന്നിക്കണ്. ആ ടൈമിൽ നമ്മളടുത്ത് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കയ്യിലില്ലാത്ത കാരണം ചേർത്തിട്ടില്ല. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നല്ലൊരു കോംബോ ആണ് കേട്ടോ ഈ ഒരു വീറ്റ് പൊറോട്ടയും നമ്മളെ ഈ ഒരു മഷ്റൂം ബട്ടർ മസാലയും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കിച്ചൺ ക്ലീനിങ് ആണ്. പിന്നെ ഇന്ന് ഉച്ചക്കുള്ള കറിയും ഉപ്പേരിയും ഒക്കെ റെഡി ആയിക്കണം കേട്ടോ. തലേന്നേ ഒക്കെ കട്ട് ചെയ്ത് വെച്ച കാരണം അതും റെഡി ആക്കണം. ഇന്ന് ചീര ഉപ്പേരിയും ആവോലി കറിയും ആവോലി ഫ്രൈയും ആണ്. പിന്നെ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ കൂടെ ഞാൻ എന്നും അതുപോലെ ഫ്രിഡ്ജും ക്ലീൻ ചെയ്യും കേട്ടോ. പുറം ഭാഗം മാത്രമല്ല ഉൾഭാഗവും ജസ്റ്റ് ഒന്ന് ഇതുപോലെ തുടച്ചു കൊടുക്കും. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും വൃത്തിയുടെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ നമുക്ക് അത് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. അങ്ങനെ ആവുമ്പോൾ ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമേ വരില്ല. ഇനിയിപ്പോൾ ഡിഷ് വാഷറിൽ നിന്ന് കുറച്ച് ഇന്നലെ ഇട്ട പാത്രങ്ങളായിരുന്നു. രാത്രി കിടക്കുമ്പോൾ അങ്ങനെ പാത്രങ്ങൾ ഫില്ല് ചെയ്തിട്ട് കഴുകാടാണ് ചെയ്യൽ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കാണ്ട്. അങ്ങനെ രാവിലെയുള്ള എല്ലാ ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ കഴിഞ്ഞു കേട്ടോ. പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.